ഹേ ഓൾ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു. സോ കുറേ നേരം കിടന്നുറങ്ങിയിട്ട് ഒരു 12 ഒക്കെ ആയപ്പോൾ കേട്ടോ ഞാൻ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പെയിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി പോയതുകൊണ്ട് തന്നെ ഞാൻ ബ്രഞ്ചായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ റൈസും കുറച്ച് ഇന്നലെ ഉണ്ടാക്കിയ ബീഫും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു, അങ്ങനെ അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട് വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വാക്ക് ചെയ്യാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഞാൻ അതാ വാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാഗൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിൻ്റെ അടുത്തെത്തി. എനിക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്നത് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെയാണ് കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നതെന്നാണ് കേട്ടോ. ബട്ട് ഇപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ആടി പാടിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് കയറിയ ഉടനെ തന്നെ ടെസ്കോ ആണ് കാണുന്നത്. അങ്ങനെ ഇതാ നേരെ നോക്കുമ്പോൾ ടെസ്കോ കാണുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഞാൻ ഷോപ്പിംഗ് തുടങ്ങാൻ പോവുകയാണേ. സോ ബ്രെഡിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ബ്രെഡും വേറെ ഐറ്റംസും എല്ലാം എടുത്തു. ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഫൈനലി ഒരു ഹെവി ബാഗായിട്ട് തന്നെ കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒറ്റയ്ക്ക് പിടിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്ത് മെല്ലെ കേട്ടോ വീട്ടിലെത്തിയത്. എൻ്റെ ചാർജറിൻ്റെ പൊട്ടിപ്പോയ 2 എൻഡ്സും ഞാൻ സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചു കേട്ടോ. അതാ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തു. പിന്നെ ഞാൻ പോയി വന്നപ്പോൾ തന്നെ വല്ലാണ്ട് ടയേർഡായി. സോ ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പോയി വന്നപ്പോൾ ഞാൻ ഒരു ഗാലക്സിയുടെ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ സാഷേ മേടിച്ചിരുന്നു. സോ ഞാൻ അപ്പോഴേക്കും മിൽക്കൊക്കെ ബോയിൽ ചെയ്തു. പാലിൻ്റെ പാടയാട്ടോ ആ സ്പൂണിൽ കാണുന്നത്. സോ അത് മാറ്റിയതിന് ശേഷം ഞാൻ ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ സാഷേ പൗഡറിലോട്ട് പാലൊഴിക്കുകയാണ്. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഈ ടൈമിൽ കഴിക്കുന്ന ഫുഡിന് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എന്തെങ്കിലും വേറെ സ്നാക്കും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ആട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബട്ടർ, എഗ്ഗ്, അങ്ങനെ കണ്ടീഷണർ എല്ലാം ഉണ്ട്. പിന്നെ അതാ ഞാൻ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ സ്പ്രെഡായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ജസ്റ്റ് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഫിലിം കണ്ടുകൊണ്ട്, നമ്മുടെ ഒരു പഴയ ഫിലിം, ദിലീപേട്ടൻ്റെ ഒരു കോമഡി ഫിലിം കണ്ടുകൊണ്ടായിട്ടോ ഇരുന്നിരുന്നത്, ഓ മൈ ഡാർലിംഗ് എന്ന് പറയുന്നത്. സോറി, ഓ മൈ ഡാർലിംഗ് അല്ല, ഡാർലിംഗ്. എന്താ ഞാനൊരു നാപ്പ് എടുത്തു. ബിക്കോസ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. വീണ്ടും മൈഗ്രെയിൻ്റെ പെയിൻ എന്നെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എഴുന്നേറ്റതിന് ശേഷം പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി. കുറച്ച് നേരം ലൈക്ക് ഞാൻ ഏതായി ടൈം, എന്താ രാവിലെയാണോ രാത്രിയാണോ എന്ന് അറിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ ക്ലോത്ത്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വിരിച്ചിടണം. അവിടെ പുറത്ത് തന്നെ ഒരു അഴ ഉണ്ട്, അപ്പോൾ അതിൽ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഡ്രസ്സൊക്കെ. സോ ഇതൊക്കെ നമ്മുടെ നെയ്ബർഹുഡാട്ടോ. പിന്നെ ഞാൻ രാത്രിയായപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്, ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതൊക്കെ കൊണ്ടാട്ടോ ഞാൻ കുളിക്കാൻ പോകുന്നത്. ഷാജലുണ്ട്, ഇൻറ്റിമേറ്റ് വാഷ് ഉണ്ട്, ഷാംപൂ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ രാത്രിയായപ്പം കൊതിയായിട്ട് കുറച്ച് മെഹന്തി ഇട്ടു. പിന്നെ ഞാൻ അങ്ങനെ ഞാൻ സോങ്ങൊക്കെ കഴിച്ചുകൊണ്ട് ഫുഡും കഴിച്ചു.